സ്റ്റാച്ചു ഉണ്ടാക്കിയിരിക്കുന്നത് ട്രാൻസ്ലൂസിൻ്റെ ആയിട്ട് ഉള്ളിൽ കൂടെ നമുക്ക് കാണാം. ജനിച്ച സീനുകളൊക്കെ ഇതിൽ സോൾട്ടിൽ കാർവ് ചെയ്ത് വച്ചിട്ടുണ്ട്. രാജാക്കന്മാർ കാണാൻ വരുന്നതും ജനിച്ചിരിക്കുന്നതും കാലിത്തൊഴുത്തും ഒക്കെ ഇവിടെ സോൾട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞ് ക്രിസ്തുവായിട്ട് അച്ഛനും അമ്മയും മേരിയും ജോസഫും പോകുന്നത് ഒക്കെ സോൾട്ടിൽ ചെയ്തിട്ടുണ്ട്. മൈൻ ചെയ്തുണ്ടാക്കിക്കുന്ന ഒരു പള്ളിയാണ്. ഇവിടെ എല്ലാ ഞായറാഴ്ചയും 7 മണിക്ക് സർവീസ് ഉണ്ട്. ഈ ഷാൻഡിലിയർ പോലും സോൾട്ടിലാണെന്ന് പറഞ്ഞ് അവസാനത്തെ അത്താഴം, അങ്ങനെ പല കാര്യങ്ങളും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേ ഉണ്ട്. 60 വർഷത്തോളം എടുത്തത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഒരു ആർട്ടിസ്റ്റിന് ശേഷം ഒരു ആർട്ടിസ്റ്റ് വന്നു. ജോൺ പോൾ II സ്റ്റാച്ചു ആണ് നമ്മളിപ്പോൾ അവിടെ കാണുന്നത്. ഇതാണ് സോൾട്ട് റോക്ക്. നമുക്ക് ഇവിടെയൊക്കെ തൊടാം കേട്ടോ. മുകളിലും താഴെയും ഒക്കെ സോൾട്ടാണ്. സോൾട്ട് വെച്ച് ഉപ്പ് വെച്ചുണ്ടാക്കിയ ഒരു കാർവിംഗ് ആണിത്. സോൾട്ട് റീക്രിസ്റ്റലൈസ് ചെയ്തതാണ്. ഇതിന് കോളിഫ്ലവർ എന്നാണ് ഇവർ പറയുന്നത്. മുകളിലാണ് സോൾട്ടിലുണ്ടാക്കിയിരിക്കുന്ന രൂപങ്ങളാണ്. ഇവിടെ സോൾട്ടിൻ്റെ സ്റ്റാലക്ടൈറ്റ്സ് നമുക്ക് കാണാം. സോൾട്ടാണ് കാണുന്നത്. നമ്മൾ കടലിൽ നിന്നുണ്ടാക്കുന്ന പോലെ ഇവർക്ക് മൈൻ ചെയ്ത് മൗണ്ടൻസ് ആണ് സോൾട്ടിൻ്റെ. ഇങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നതെന്നായിരിക്കും ഉപ്പ്. One small chamber, it took like 20, 40, 30 years to excavate big one, even up to 100 years. That was really, really hard job. Right, and here in front of us we can see a model of Paulus.